ഇപ്പോൾ ഇതാ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അതായത് US തീരുവകൾ ഇന്ത്യയെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും ഇന്ത്യക്ക് $2.5 ബില്യൺ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായിട്ടുള്ള താരിഫ് നയം ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചില മേഖലകളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളതിനാൽ ഇന്ത്യയും US തമ്മിൽ ഒരു വ്യാപാര കരാർ അനിവാര്യമായി. എന്തായാലും ഇന്ത്യയും US തമ്മിൽ വളരെ കാലമായി വ്യാപാര ബന്ധമുണ്ട്. എന്നാൽ അമേരിക്കയുടെ പരസ്പര താരിഫുകളും കർശനമായിട്ടുള്ള വ്യാപാര നയവും കാരണം ബന്ധങ്ങൾ പിരിമുറുക്കത്തിലായിരിക്കുകയാണ്. 2025 ഏപ്രിലിൽ US ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് 10% നിന്ന് 25%, പിന്നീട് ഓഗസ്റ്റിൽ അത് 50% ഉയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതും വ്യാപാര അസന്തുലിതാവസ്ഥയുമായിരുന്നു ഇതിന് കാരണമെന്നായിരുന്നു അമേരിക്കയുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. US താരിഫ് വർധനവ് ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിച്ചു. നവംബർ അവസാനത്തിൽ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ കയറ്റുമതി 28.5% കുറഞ്ഞു. 2025 മെയ് മാസത്തിൽ കയറ്റുമതി $8 ബില്യൺ ആയിരുന്നു. ഒക്ടോബറോടെ ഇത് $6.3 ബില്യൺ കുറഞ്ഞു. കണക്കുകൂട്ടൽ അനുസരിച്ച് 5 മാസത്തിനുള്ളിൽ $2.5 ബില്യൺ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ കയറ്റുമതിയുടെ പകുതിയിലധികവും ഉയർന്ന താരിഫ് ബാധിച്ചിട്ടുണ്ട്. തൊഴിൽ മേഖലയെ പ്രത്യേകിച്ച് ബാധിച്ചിട്ടുണ്ട്. തൊഴിലാളികളെ ആശ്രയിക്കുന്ന മേഖലകളെ ബാധിക്കുന്നത് ഗുരുതരമായിട്ടുള്ള കാര്യമാണെന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയും US ഒരു വ്യാപാര കരാറിൽ എത്തേണ്ടത് പ്രധാനമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം കയറ്റുമതിയായും തൊഴിലുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്തായാലും തുണിത്തരങ്ങൾ, രത്നമാഭരണങ്ങൾ, രാസവസ്തുക്കൾ, കാർഷിക മേഖലയിലുള്ള മറ്റ് സാധനങ്ങൾ തുടർച്ചയായ നഷ്ടം, ഇവയ്ക്കെല്ലാം തുടർച്ചയായ നഷ്ടം സംഭവിക്കുന്നു എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വ്യാപാര കരാറിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നു. തൊഴിൽ മേഖലകളെയും അമേരിക്കൻ ഓർഡറുകളെയും ആശ്രയിക്കുന്നതിനാൽ താരിഫ് നീക്കം ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം തന്നെ എഴുതുന്നത്. പക്ഷേ ഇത് ഇന്ത്യയെ കൊടുക്കാനുള്ള പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു തന്ത്രമായിട്ടാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. കാരണം ഇന്ത്യയുടെ താരിഫ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ശേഷം ഇന്ത്യ കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. GDP എല്ലാം തന്നെ വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നു. പോരാത്തതിന് യൂറോപ്പുമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രധാനമായിട്ടും പോളണ്ട്, ജർമ്മനി, ഡെൻമാർക്ക് അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കരാർ, പ്രത്യേകിച്ച് സ്പെയിനുമായിട്ടുള്ള കയറ്റുമതി എല്ലാം വളരെയധികം കൂടിയിട്ടുണ്ട്. GCC രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ പിറകിൽ ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് കരാറിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രൊപ്പഗാൻഡ വാറാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നത്. ഇന്ത്യയുടെ വിപണിക്ക് യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് എന്നും അവർ എടുത്തു പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.